നമസ്തേ. നമ്മുടെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ യോഗ ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള കണ്ണിന് വേണ്ടിയിട്ടുള്ള ചില സൂക്ഷ്മ യോഗകളാണെന്ന് പഠിപ്പിക്കുന്നത്. ഞാനിപ്പോ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഡയബറ്റീസ് ഉള്ള ഒരു 4-1 പേർക്കെങ്കിലും ഡയബറ്റീസ് റെറ്റിനോപ്പതി വരാൻ ഇടയുണ്ട്. കാഴ്ചക്കുറവ് വരാം, കണ്ണില് പ്രഷർ വർദ്ധിക്കാം, കണ്ണിലെ ഞരമ്പ് പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാവാം, കാഴ്ച ഭാഗികമായി കുറയാം, പൂർണ്ണമായിട്ട് അന്ധരായിത്തീരുന്ന ആളുകളുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് മരുന്നുകൊണ്ട് മാത്രം മാറ്റാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ, സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഈ നാച്ചുറലായിട്ട് മാർഗത്തിലൂടെ വളരെ ഫലപ്രദമായിട്ട് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. കണ്ണിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സർവേന്ദ്രിയാണ് നയനം പ്രധാനം എന്ന് പറയും. ഈ നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണ്. അതുകൊണ്ട് കണ്ണിനെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കണം, അതിന് ആരോഗ്യക്ഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് തന്നെ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് 1 നേരം ചെയ്യാം, 2 നേരം ചെയ്യാം, 3 നേരവും ചെയ്യാം. ഇതിപ്പോ ഷുഗറുള്ളവർക്ക് മാത്രമല്ല, ഷുഗർ ഇല്ലാത്തവർക്കും ചെയ്യാവുന്ന യോഗകളാണിത്. സൂക്ഷ്മമായിട്ടുള്ള വ്യായാമങ്ങളാണ്. അപ്പൊ അങ്ങനെ ചെയ്താലും നമ്മളെ ഈ കണ്ണിന്റെ പ്രശ്നങ്ങളെല്ലാം കുറച്ചു കൊണ്ടുവരും. കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും, നമ്മളുടെ കണ്ണിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വളരെ ഫലപ്രദമായിട്ടുള്ള പ്രയോജനപ്രദമായിട്ടൊരു ഇതാണ്. ആകെ നമുക്കൊരു 10-15 മിനിറ്റ് ദിവസം ചെലവ് വരുള്ളൂ. 3 നേരം ചെയ്യാൻ ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു 2-3 മാസം കൊണ്ട് കണ്ണ് വീണ്ടും പഴയ പോലെ ആക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ വളരെ കൂടുതൽ പ്രശ്നമുള്ളവരാണ്, വളരെ പ്രഷർ കൂടുതലാണ്, ബ്ലീഡിംഗ് ഉള്ളവരൊക്കെയാണെങ്കിൽ ഇത് സൂക്ഷിച്ച് ചെയ്യണം. അത്തരം ആളുകൾ ഒരു കൺസിഡറേഷൻ ഇല്ലാതെ ഈ യോഗയിലേക്ക് വരരുത്. ചെറിയ തുടക്കത്തിലുള്ളവർക്കും, അതുപോലെ ഇങ്ങനത്തെ ഷുഗറാണ്, റെറ്റിനോപ്പതി ബാധിച്ചിട്ടില്ല, അത്തരം ആളുകൾക്കൊക്കെ ഇത് ചെയ്യാം. അല്ലാത്തവർ ഇതിനെ കൂടുതൽ ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ആദ്യം നമ്മൾ ചെയ്തത് കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് കണ്ണിന്റെ 2 സൈഡിൽ 2 നമ്മളുടെ ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണിന്റെ കടക്കൽ നമ്മൾ ഒന്ന് ആന്റി ക്ലോക്ക് സൈഡിൽ 30 പ്രാവശ്യം പതുക്കെ റൊട്ടേറ്റ് ചെയ്യിക്കുക. ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് നമ്മളൊരു കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 30 പ്രാവശ്യം ചെയ്യാം. പിന്നെ ക്ലോക്ക് വൈസ് ആയിട്ടൊരു 30 പ്രാവശ്യം, കണ്ണിനകത്തല്ല, കണ്ണിന്റെ പുറത്ത് വാലിടുന്ന ഭാഗത്ത്. പിന്നെ പുരുവത്തിന് നടുക്ക് ഇതുപോലെ ചെയ്യുക. പിന്നെ കണ്ണിന്റെ കടക്കല്, പിന്നെ കണ്ണിന്റെ താഴെ. സിമ്പിളാണ്. രണ്ടാമത് നമ്മൾ ചെയ്യണത് കണ്ണിനെ പതുക്കെ ഒന്ന് മസാജ് ചെയ്യണം. ഇത്രയും കാര്യം ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യണത് കണ്ണിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. 2 വിധത്തിൽ ചെയ്യാം. ഒന്ന് നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണിനെ കൊണ്ട് മുകളിലേക്ക് നോക്കാം. സാവധാനം മുകളിലേക്ക് നോക്കുക. അവിടെ ചെന്ന് കുറച്ചു നേരം കണ്ണ് സ്റ്റേ ചെയ്യുക. വീണ്ടും കീഴ്പോട്ട് പോവുക, മുകളിലേക്ക് പോവുക, കീഴ്പോട്ട് പോവുക. അപ്പൊ എത്രത്തോളം കീഴ്പോട്ട് പോകും അത്രത്തോളം പോകണം, എത്രത്തോളം മുകളിലേക്ക് പോകും അത്രത്തോളം പോകണം. ഒപ്പം ശ്വാസോക്രമവും ശ്രദ്ധിച്ച് നന്നായിരിക്കും. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുക, ശ്വാസം വിട്ടുകൊണ്ട് കീഴ്പോട്ട് പോകും, അത് നന്നായിരിക്കും. അതുപോലെ ഇനി ഇടത്തോട്ടും വലത്തോട്ടും, ശ്വാസം എടുത്തുകൊണ്ട് ഇടത്തോട്ട് പോവുക, ശ്വാസം വിട്ടുകൊണ്ട് നേരെ വന്നു, ശ്വാസം എടുത്തുകൊണ്ട് പുറത്തേക്ക് വലത്തോട്ട് പോയി. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കണ്ണിന് ഇടത്തോട്ടും വലത്തോട്ടും. ഈ ശ്വാസക്രമം കൃത്യമായി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശ്വാസം കൂടിയാണെങ്കിലും പ്രാണായാമം കൂടി ആവും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ നോക്കാം. പിന്നെ കണ്ണിനെ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ കണ്ണിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യും. കണ്ണ് നമ്മളുടെ ഒരു 180 ഡിഗ്രി സൈഡിലേക്ക് പോകാൻ ശേഷിയുള്ളതാണ്. പക്ഷെ നമ്മൾ അധികം നോക്കാറില്ല. നമ്മളിങ്ങനെ നോക്കാണ്ട് തിരിഞ്ഞു നോക്കുക. കണ്ണുകൊണ്ട് നോക്കാം, അങ്ങനെ നോക്കാറില്ല. തിരിഞ്ഞു നോക്കുക, എന്നാൽ കണ്ണിന് ആവശ്യം വ്യായാമം കിട്ടാതെ വരണത്. അതുപോലെ കണ്ണിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ശേഷിയുള്ളതാണ്. ഇങ്ങനെ കണ്ണിന്റെ കൃഷ്ണമണി ആദ്യം പിന്നെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ചിറ്റിക്കുക, പിന്നെ ക്ലോക്ക് വൈസ് ആയിട്ട് ചിറ്റിക്കുക. ഇത്രയും വളരെ സിമ്പിളാണ്. ഇത് തന്നെ കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാം. കൈന്റെ വിരൽ ഇങ്ങനെ പിടിച്ച് 2 പേർ. അപ്പൊ നമുക്ക് ആദ്യം ഇടത് ഭാഗത്തേക്ക് പോവാം.
ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോവുക. നമ്മളുടെ ഈ തോളിന്റെ ഭാഗത്തൊരു കൈ കൊണ്ട് എത്രത്തോളം നോക്കാൻ പറ്റും അത്രത്തോളം കണ്ണിങ്ങനെ കൊണ്ടുപോവുക. അവിടെ സ്വല്പം സ്റ്റേ ചെയ്യുക. പിന്നെ നമ്മൾ കൈ നേരെ വരിക. ഇവിടെ വന്നാൽ അടുത്ത കൈ ചാർജ് എടുക്കും, വലത് കൈ. പിന്നെ വലത്തോട്ട് പോകും. പോകാവുന്നത്രയും പോയി. പിന്നെ നമ്മൾ കണ്ണ് നേരെ ഈ വിരൽ തുമ്പത്ത് നോക്കി ദൃഷ്ടി മാറരുത്, കണ്ണ് അടയ്ക്കരുത്, ഇങ്ങനെ നോക്കിയിരിക്കണം. ഇവിടെ ഒന്ന് വീണ്ടും ഇടത് കൈ ഇങ്ങനെ പോയി. കണ്ണുള്ളൊപ്പം ഇങ്ങനെ വിരലിനോടൊപ്പം ചലിക്കും. ഇത്രേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇത് പൂർണ്ണമായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്റ്റേ ചെയ്യണം, എന്നിട്ട് വേണം തിരിച്ചു വരാൻ. ഇതാണ് ഒന്ന് പഠിക്കാൻ. ഇതിന്റെ കീഴോട്ടും മുകളിലേക്കും ചെയ്യാം. ഇങ്ങനെ നേരെ പിടിച്ചു നോക്കി ഇങ്ങനെ കണ്ണ് പരമാവധി ഇപ്പൊ മുകളിലേക്ക്, ഇനി കണ്ണ് കീഴ്പോട്ട്. ഇത് വളരെ ഫലപ്രദമാണ്. ഇനി കണ്ണ് റൊട്ടേറ്റ് ചെയ്യിച്ചു ആദ്യം. ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് ചെയ്യാം. ആദ്യം വലത് ഉപയോഗിച്ച് ചെയ്യാം. ആന്റി ക്ലോക്ക്വൈസ്. കൈ നേരെ മുകളിൽ കൊണ്ടുപോകും. മുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കറങ്ങും കൈ. കീഴെ വരുമ്പോൾ ഇടത് കൈ ചാർജ് എടുക്കും, ഇടത് കൈ ഇങ്ങനെ പോകും. അങ്ങനെ 360 ഡിഗ്രി നമുക്ക് കണ്ണിനെ ചലിപ്പിക്കാൻ പറ്റും. ഇത് ആന്റി ക്ലോക്ക്വൈസ് ആയിട്ടും ചെയ്യാം. അല്ല, ക്ലോക്ക്വൈസ് ആയിട്ട് ആദ്യം ആന്റി ക്ലോക്ക്വൈസ് ചെയ്യുക, പിന്നെ ക്ലോക്ക്വൈസ് ചെയ്യുക. ക്ലോക്ക്വൈസ് വേണം എല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ. ഇത്തരം നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാവുന്ന സൂക്ഷ്മ യോഗകളാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കണ്ണിങ്ങനെ അടയ്ക്കാതെ തുറന്നു നോക്കുക. സൂക്ഷ്മദൃഷ്ടി എന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം 5 മിനിറ്റ് ഇരിക്കാൻ പറ്റും, ചിലപ്പോൾ 3 മിനിറ്റ് ഇരിക്കാൻ പറ്റും, ചിലർക്ക് 10 മിനിറ്റ് ഇരിക്കാൻ പറ്റും. ഇത് കൂട്ടി കൊണ്ടുവരണം. ഒരു 15 മിനിറ്റ് വരെയെങ്കിലും നിങ്ങൾക്ക് നോക്കിയിരിക്കാറാവാം. 24 മിനിറ്റ്, ഒരു നാഴികയൊക്കെ ഇരിക്കുന്നവർ ധാരാളം പേരുണ്ട്. അതൊന്നും വളരെ നല്ലതാണ്. കണ്ണിന്റെ ശേഷി വർദ്ധിക്കും. കണ്ണ് പൂർണ്ണമായിട്ടും ഒരു പോയിന്റിലേക്ക് ശ്രദ്ധിച്ചിട്ട് കണ്ണടയ്ക്കാതെ നോക്കിയിരിക്കും. അപ്പോൾ ആ റെറ്റിനയുടെ പവർ വർദ്ധിക്കാനും കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനും, കണ്ണ് പൂർണ്ണമായിട്ടും ആ ഒരു പോയിന്റിലേക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട് അതിന് ശേഷി വർദ്ധിച്ച് വളരെ കണ്ണിന് പ്രകാശം കൂടാൻ നല്ലതാണ്. കണ്ണ് വളരെ ഫലപ്രദമായിട്ട് ഉള്ള ഒരു ആശയവിനിമയത്തിലുള്ള ഉപാധി കൂടി, ഒരു ഉപകരണം കൂടിയിട്ടാണ്. നമ്മുടെ ആശയം മറ്റൊരാളിലേക്ക് പകരാൻ കണ്ണിന് അത്രയും സാമർഥ്യം വേറെ ഒന്നുമില്ല. കഥകളിയിലൊക്കെ കാണാലോ, കണ്ണുകൊണ്ടാണ് കഥകളിയുടെ 50% കളിക്കണത്. അപ്പൊ അത് ശേഷി വർദ്ധിപ്പിച്ചതിന് കണ്ണിങ്ങനെ, ഇത് സൂക്ഷ്മദൃഷ്ടി വളരെ ഫലപ്രദമാണ്. ഞാനിങ്ങനെ 10, 15, 20, 30 മിനിറ്റ് ഒക്കെ ഇരിക്കും. നിങ്ങൾക്ക് സാധിക്കും ഇത്. ആദ്യം ചിലപ്പോൾ കണ്ണ് പ്രവടാന്ന് അടഞ്ഞു പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കണ്ണിന് ശേഷി വർദ്ധിക്കും. ഇതിവിടെ ചെറിയൊരു മെഴുകുതിരി കത്തിച്ചിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ ചുമരിലോ മറ്റോ ചെറിയൊരു ഡോട്ട് ഇട്ടിട്ട്, ഒരു വൈറ്റ് ആണെങ്കിൽ ഒരു ബ്ലാക്ക് ആണെങ്കിൽ വൈറ്റ് ഡോട്ട് ഇട്ട് അതിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണിങ്ങനെ പ്രവടാന്ന് അടയുകയാണ്. ഒട്ടും സാധിക്കണമെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യുക, കണ്ണുകൊണ്ട് കൈങ്ങനെ പിടിക്കുക, കൈ കൊണ്ട് കണ്ണ് പിടിക്കുക. കണ്ണുകൾ ധാരാളം വെള്ളം വരും, കുറച്ച് കണ്ണീരൊക്കെ വരും. പേടിക്കൊന്നും വേണ്ട. 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ കണ്ണുനീര് വരാതെയാവും. പിന്നെ കണ്ണിന് ശേഷി വർദ്ധിച്ചു വരും. ഓക്കെ. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, കണ്ണിനെ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, കണ്ണ് അടച്ചിട്ട് ബാലസൂര്യനെ, ചൂടില്ലാത്ത സൂര്യനെ നമുക്ക് കണ്ണ് അടച്ചിട്ട് നോക്കാം. ഒരു 5 മിനിറ്റ് നേരം നോക്കണം, നല്ലതാണ്. രാവിലെയും വൈകിട്ടും ഇത്രയും കാര്യം ചെയ്താൽ നമുക്ക് കണ്ണിന്റെ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇപ്പോൾ 100 വയസ്സ് വരെ ജീവിച്ചാൽ നിങ്ങൾക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിക്കണ്ട, ഏത് ഡയബറ്റീസ് വന്നാലും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. ആഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും പ്രമേഹത്തെ, ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കണം. മരുന്ന് കഴിച്ച് കുറയ്ച്ചിട്ട് കാര്യമില്ല. കൃത്യമായി ഹോസ്പിറ്റലിൽ പോവും മരുന്ന് കഴിക്കുന്നവർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് റെറ്റിനോപ്പതി. അപ്പൊ നമ്മളുടെ മാർഗം മരുന്നിന്റെ മാർഗമല്ല, പ്രകൃതി ജീവനത്തിന്റെ മാർഗമാണ്.
ആ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് കണ്ണിനെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മരുന്നിന്റെ മാർഗത്തിലൂടെ സാധ്യമല്ല. അങ്ങനെ ഒരു മരുന്ന് ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല കണ്ണിനെ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ പറ്റിയത്. അതുകൊണ്ട് കണ്ണിന് രോഗം വരാതെ നോക്കുക, വന്നു കഴിഞ്ഞാൽ അത് വർദ്ധിക്കാതെ നോക്കുക. അതിന് ഈ പ്രകൃതിയുടെ മാർഗം സുരക്ഷിതമാണ്, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, വളരെ ചെലവ് കുറവാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ കണ്ണിന്റെ അവസാനിക്കാൻ നേരത്ത് കൈ ശരിക്ക് തിരുമുക. എന്നിട്ട് പതുക്കെ ഈ ചൂട് കണ്ണിന് കൊടുത്ത് കണ്ണിന്റെ ക്ഷീണം മാറ്റുക. പതുക്കെ വെച്ചാൽ മതി, ഞെക്കുകയും ചെയ്യരുത്, വെറുതെ വെച്ചു കൊടുത്താൽ മതി. ഇങ്ങനെയും വയ്ക്കാം. കണ്ണിന്റെ ക്ഷീണം മാറ്റുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന്റെ ഇനി കണ്ണിരിക്കുന്നത് തലയിലാണെന്ന് അറിയാം. തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞാലും കണ്ണിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. പ്രമേഹമുള്ളവരുടെ ഒക്കെ എല്ലാം മിക്കവാറും 130 ഉണ്ടാവുമല്ലോ, ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും. തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണ് നമ്മളുടെ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ സ്ട്രോക്കിന്റെ പ്രശ്നം, അതുപോലെ അൾഷിമേഴ്സിന്റെ കാരണം, കാഴ്ചക്കുറവ്, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പൊ അതുകൂടി പരിഹരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള 2-3 ടിപ്സ് കൂടി കാണിച്ചു തരാം. ഒന്ന്, ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക്, ഇപ്പൊ കണ്ണു പോകണം, ശ്വാസം വിട്ടുകൊണ്ട് കീഴ്പോട്ട് വരിക. താഴെ വന്ന് ഇവിടെ മുട്ടണം, കീഴ്പോട്ട് വരണം. ഇതൊരു 10 പ്രാവശ്യം 15 പ്രാവശ്യമൊക്കെ ചെയ്യാൻ നോക്കും. പിന്നെ നമ്മള് ഇങ്ങനെ ഇടത്തോട്ട് പോകും, ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തോട്ട് പോകും. നമ്മൾ ഈ താഴെ ഇവിടെ വരച്ചില്ല. പിന്നെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരും. പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകും. നമ്മുടെ ഈ ഇവിടം വരെ, ഈ കൈപ്പലക വരെ താഴെ വരണം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരും. ഇത് ഈ തലയരിക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ നല്ല ഒരു യോഗാസനമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ചിരിക്കും, 2 സൈഡിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചിരിക്കാം. ഇവിടെ ഈ സ്പോൺലെസ്, ഇവിടെ പ്രശ്നമുള്ളവർ, കഴുത്തിന് വേദനയുള്ളവർ ചെയ്യരുത്, അല്ലാത്തവർക്ക് ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ പറയാം. ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ തല പിറകോട്ട് കൊണ്ടുപോയി, ഒപ്പം കണ്ണുപോയി, തല കീഴ്പോട്ട് വന്നു, കണ്ണൊപ്പം വന്നു. തല നമ്മൾ ഇടത്തോട്ട് കൊണ്ടുപോയി, കണ്ണൊപ്പം പോയി, വലത്തോട്ട് കൊണ്ടുപോയി, നേരെ വന്നു. പിന്നെ അങ്ങനെ ചെരിച്ചു, 2 സൈഡിലേക്കും ചെരിച്ചു. ഇത്രയും നമുക്ക് സാധാരണയിൽ ചെയ്യാം. ബാലൻസിയേഴ്സിന്റെ പ്രശ്നമുള്ളവര് ഈ ചെരിക്കൽ വേണ്ട, ബാക്കി മാത്രം ചെയ്താൽ മതി. അപ്പൊ ഇതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആണ് നമ്മളുടെ കണ്ണിന്റെ ആരോഗ്യം വളരെ ഫലപ്രദമായിട്ട് നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നിങ്ങളെല്ലാവരെയും ആയുരാരോഗ്യ സൗഖ്യത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു.